ഹായ് ഫ്രണ്ട്സ്, ഞാനും മക്കളും മാത്രമുള്ളൊരു യാത്രയാണ്. ഇക്ക ബിസിനസ് ടൂറിലായിരുന്നതുകൊണ്ട് ഞങ്ങൾ മാത്രമേ ഉള്ളൂ. പോകുന്നത് ഗിരിദീപം കൺവെൻഷൻ സെൻറ്ററിലേക്കാണ്, നാലാഞ്ചിറ. മാരേജ് ഫംഗ്ഷനൊന്നുമല്ല, മക്കളുടെ സ്കൂളിലെ ആനുവൽ ഡേ ഫംഗ്ഷനാണ്. ഗ്രീൻ വാലി ഇൻ്റർനാഷണൽ സ്കൂളിലാണ് അവർ പഠിക്കുന്നത്. ഗ്രീൻ വാലിക്ക് 3 ക്യാമ്പസ് ഉണ്ട്. ഇതിലവർ പേയാട് ക്യാമ്പസിലാണ് പഠിക്കുന്നത്. ആക്ച്വലി ആനുവൽ ഡേ പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് 6 to 9 ആണ്. But parents have to drop their children at 2 p.m. who are participating in the program. മോൾക്ക് ഡാൻസിൽ വലിയ ഇൻട്രസ്റ്റ് ആണ്. മോന് എന്ന ഡാൻസിനേക്കാളും സ്പോർട്സിനോടാണ് താല്പര്യം. ഇൻ്റർനാഷണൽ സ്കൂൾസിൻ്റെ കേരള സ്പോർട്സ് മീറ്റിലെ ഓവറോൾ ചാമ്പ്യനാണ് ആൾ ഇൻ അണ്ടർ 11 കാറ്റഗറി. മേക്കപ്പിനും ഡ്രസ് ചേഞ്ചിനൊക്കെ വേണ്ടിയിട്ടാണ് മോളെ നേരത്തെ എത്തിക്കേണ്ടത്. ഒരു ഡാൻസ് പ്രോഗ്രാമും ഒരു മ്യൂസിക് പ്രോഗ്രാമുമാണ് ഉള്ളത്. 2 മണിക്ക് എത്തിക്കേണ്ടതാണ്. ടീച്ചർ വെയിറ്റിംഗ് ആയിരുന്നു. ഞങ്ങൾ എത്തിയപ്പോൾ 3 മണിയായിരുന്നു. സ്നാക്സും വാട്ടറും ഒക്കെ കൊണ്ട് വേണം കയറാൻ. സ്വത്തും അങ്ങനെ ടാറ്റയൊക്കെ പറഞ്ഞ് അകത്തേക്ക് പോയി തിരിച്ചു വരാൻ കുറച്ച് ടൈം എടുക്കും എന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ ഔട്ട്സൈഡ് വെയിറ്റിങ്ങിലാണ്. ആഫ്റ്റർ 4:30 ഓൺലി പാരൻസ് ആർ അലൗഡ് ടു ദ ഹോൾ. ഞങ്ങൾ മാത്രമല്ല, മോസ്റ്റ് ഓഫ് ദ പാരൻസ് ആർ വെയിറ്റിംഗ്. സ്കൂളിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് അല്ല, അതൊരു ക്വാളിറ്റി തന്നെയാണ്. അവരുടെ പങ്ക്ച്വാലിറ്റിയാണ്. ഷെഡ്യൂൾ ചെയ്യുന്ന ഏതൊരു പ്രോഗ്രാമും ഓൺ ടൈമിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുകയും ഓൺ ടൈമിൽ തന്നെ എൻഡ് ചെയ്യുകയും ചെയ്യും. ഞങ്ങളങ്ങനെ ഫസ്റ്റ് റോയിൽ തന്നെ സീറ്റൊക്കെ പിടിച്ചു. അങ്ങനെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. ഇൻട്രോയൊക്കെ സ്കൂളിലെ ഐലീഡ് സ്റ്റുഡൻസ് ആണ് ചെയ്യുന്നത്. ഇൻട്രോ മാത്രമല്ല, പ്രോഗ്രാം ഫുൾ ആങ്കർ ചെയ്യുന്നത് അവരാണ്. ഐലീഡ് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ അത് ഗ്രീൻ വാലി പീപ്പിൾസിന് മാത്രമേ കണക്റ്റ് ആവുകയുള്ളൂ. ഗ്രീൻ വാലിയിൽ സ്റ്റുഡൻസിനെ 3 സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രീ KG to 2nd സ്റ്റാൻഡേർഡ് ഐ പ്ലേ, ദെൻ 3rd to 7th വരെ ഐ ഡിസ്കവർ ആൻഡ് 8 to 12 വരെ ഐ ലീഡ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ ഐ ലീഡ് സ്റ്റുഡൻസിനെ മനസ്സിലായി കാണുമല്ലോ. ഫസ്റ്റ് ലാം ലൈറ്റ്നിങ് ആയിരുന്നു. പ്രിൻസി, ബാലസാർ, ഐ ലീഡ് സ്റ്റുഡൻസ് അവരൊക്കെയാണ് അത് ചെയ്തത്. ദെൻ മ്യൂസിക് പ്രോഗ്രാം. അങ്ങനെയായിരുന്നു ഓർഡർ. മ്യൂസിക് പ്രോഗ്രാം എൻജോയബിൾ ആയിരുന്നു. ഗ്രൂപ്പ്സ് പെർഫോമൻസ് ആയിരുന്നു കൂടുതലും. ഫർദു മ്യൂസിക്കിനൊപ്പം ചുവടുകളും വെക്കുന്നുണ്ടായിരുന്നു. ഹി വാസ് സോ ഹാപ്പി. തകർത്തു എന്ന് വേണം പറയാൻ. മോളുടെ മ്യൂസിക് പ്രോഗ്രാമും ഉണ്ടായിരുന്നു. അമ്മ മനസ്സ് തങ്ക മനസ്സ് എന്ന സോങ് ആയിരുന്നു അവരുടെ ഗ്രൂപ്പ് ആലപിച്ചത്. നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. പിന്നെയാണ് ശരിക്കും പ്രോഗ്രാമിന് ഫ്രണ്ട് സീറ്റ് പിടിക്കാൻ എന്നെ പ്രേരിപ്പിച്ച മൊമെൻ്റ് എത്തുന്നത്. ആസ് എ പാരൻറ്റ്, പ്രൗഡ് മൊമെൻറ്റ്. എന്താണെന്നല്ലേ, മോന് ബെസ്റ്റ് അത്ലറ്റ് അണ്ടർ 11 ബോയ്സിൻ്റെ ഫസ്റ്റ് പ്രൈസ് അവാർഡും മോൾക്ക് ബെസ്റ്റ് അത്ലറ്റ് അണ്ടർ 9 ഗേൾസിൻ്റെ സെക്കൻഡ് പ്രൈസ് അവാർഡും ഉണ്ട്. ശരിക്കും അവർ അവാർഡ് വാങ്ങുമ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു. എന്താണെന്നറിയില്ല, അതൊരു വേറിട്ട ഫീലിംഗ് ആയി. The under 11 category is Fayaz Khan, a member known for his phenomenal performance in the Cambridge sports meet, and of course is a well-known face on the football turf as well. Next up is Radha AK. The day gets more and more exciting because, ladies and gentlemen, we have a tie again. Well, this time it's between Nakshatra S and Faizia Sultan. Excuse me, Faizia Sultana. We come to the end of the individual excellence awards. അങ്ങനെ ഡാൻസ് പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്തു. ഓരോ പ്രോഗ്രാമും ഒന്നിനൊന്ന് മികച്ചതായിരുന്നു. അങ്ങനെയാണ് അവർ ആ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്തിരിക്കുന്നത്. പ്രോഗ്രാമിനേക്കാളേറെ നമ്മളെ അതിശയിപ്പിക്കുന്നത് അവരുടെ ഡ്രസ്സിങ് ആണ്. ഓരോ പാട്ടിനും ഓരോ വെറൈറ്റി ഡ്രസ്സിങ്സ് നമ്മൾ കണ്ണിമ വെട്ടാതെ നോക്കിയിരുന്നു പോവും. ശരിക്കും നല്ല എൻജോയബിളായൊരു നൈറ്റായിരുന്നു. ഫർദു ആണെങ്കിൽ പിന്നെ അവിടെ ഒരു മേളമായിരുന്നു. പാട്ട്, ഡാൻസ്.
പിന്നെ അവിടെ നിന്ന് എന്താ പേപ്പറൊക്കെ പറക്കി എറിയൽ. അവൻ വല്ലാതെ എൻജോയ് ചെയ്തു. കുട്ടികളുടെയൊക്കെ ഡാൻസാണ് എന്ത് ഭംഗിയാണെന്നറിയാമോ, നമ്മളിങ്ങനെ നോക്കിയിരുന്ന് ചിരിച്ചു പോകും, അത്രയ്ക്ക് രസമായിരുന്നു. മോളുടെ പ്രോഗ്രാമും ഉണ്ടായിരുന്നു, എനിക്കിഷ്ടമായി, നല്ല പ്രോഗ്രാം. ഒരുപാട് കുട്ടികൾ പ്രോഗ്രാമിന് ചേർക്കാനുള്ളത് തന്നെ അവർ ഒരു ഗ്രൂപ്പിൽ ഒരുപാട് കുട്ടികളെ ചേർത്തിട്ടുണ്ടായിരുന്നു. എങ്കിലും പ്രോഗ്രാം പറഞ്ഞറിയിക്കാൻ വയ്യ, സൂപ്പർബായിരുന്നു. ഓരോ വർഷം കഴിയും തോറും അവർ പ്രോഗ്രാംസിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താറുണ്ട്. അത് ശരിക്കും ഒരു ടീം വർക്കാണ്. അത്രമേൽ പ്രാക്ടീസും ഉണ്ട് ആ ഒരു പ്രോഗ്രാം ഇത്ര തന്നെ എഫക്റ്റീവ് ആവുന്നത്, ഇത്ര തന്നെ ഭംഗിയാവുന്നത് അവരുടെ ഒരു ടീം വർക്കും പ്രാക്ടീസും ഒക്കെ കൊണ്ടാണ്. നല്ല സൂപ്പർ ഒരു നൈറ്റായിരുന്നു, നമുക്ക് എൻജോയബിൾ ആയിട്ടുള്ളൊരു നൈറ്റ്. ഡ്രസ്സിങ്ങൊക്കെ പറയാതിരിക്കാൻ വയ്യ, അത്രയ്ക്കും ഭംഗിയുള്ളതായിരുന്നു. ഏതാണ്ട് ഒരു 9 മണിയൊക്കെ ആയി പ്രോഗ്രാം ഫുള്ള് കഴിഞ്ഞപ്പോൾ. അതിനുശേഷമാണ് നമുക്ക് മേക്കപ്പൊക്കെ മാറ്റി മോളെ ഞങ്ങളെ ഏൽപ്പിക്കുന്നത്. ഔട്ട്സൈഡിൽ ഫുഡ് കോർണർ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഐസ്ക്രീമൊക്കെ കുടിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോയി. ഇപ്പോൾ ഇവിടെ ഈ പ്രോഗ്രാമിനെ കുറിച്ച് പറയാനൊരു കാരണമുണ്ട്. ഇന്ന് മക്കളുടെ ഓറിയൻറ്റേഷൻ പ്രോഗ്രാമായിരുന്നു. എൻ്റെ ഭർത്താവിനെയും ഞങ്ങൾ സ്കൂളിലാക്കിയിട്ടുണ്ട്. ജൂൺ 3 സ്കൂൾ സ്റ്റാർട്ട് ചെയ്യും. സ്റ്റുഡൻസിൻ്റെ സ്ട്രെങ്ത് നോക്കി അതിനെ ഇലാബറേറ്റ് ചെയ്ത് അവരെ വാർത്തെടുക്കാൻ ഗ്രീൻ വാലി പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. സ്കൂളിൻ്റെ ഓപ്പണിങ്ങിന് മുമ്പ് ഇതൊന്നും പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല. ഓരോ പ്രാവശ്യം സ്കൂളിലെത്തുമ്പോഴും ദേ ആർ സർപ്രൈസിങ് ആസ് ലൈക്ക് ദാറ്റ്. ഇന്നും പാരൻസിനൊരു ടാസ്ക് ഉണ്ടായിരുന്നു. എന്തായാലും ആ ഒരു സെക്ഷൻ അതും ഞങ്ങൾ നല്ല എൻജോയ് ചെയ്തു. അങ്ങനെ ID കാർഡ്സും ബുക്സും ഒക്കെ കിട്ടി. അപ്പോൾ ഇന്നത്തെ വിശേഷം സ്കൂൾ ഓറിയൻറ്റേഷനായിരുന്നു. ഓറിയൻറ്റേഷന് പോയി സ്കൂൾസും കാർഡ്സും ഒക്കെ വാങ്ങി ഞങ്ങളിതാ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. സ്റ്റേ ട്യൂൺ ടു മൈ ചാനൽ. ബൈ ബൈ.